ഇപ്പം മക്കളെ ഇതൊക്കെ തന്നെയാണ് പരിപാടി ഇട്ട് ഓരോന്ന് കണ്ടുപിടിക്കുക ഓരോന്ന് ഉണ്ടാക്കി ഇങ്ങോട്ട് കുടിക്കുക ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഞാനും മക്കളൊക്കെ ഒരേ മാതിരി കഴിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇടാനും മടി ഒക്കത്തിനും ഓരോരോ മടിയാണ്, ഓരോരോ കാരണങ്ങളുണ്ടല്ലോ അല്ലേ. അങ്ങനെ ഇതാ ഉച്ചയ്ക്ക് ചോറീറ്റൊക്കെ കഴിഞ്ഞ് ഇതാക്കണം. എൻ്റെ ചോറീറ്റ എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട്. ഇവൽ ഇതാക്കണം ആയിക്കോട്ടെ തെണ്ടി പോയി കഴിഞ്ഞിട്ട് ഇതാക്കണം. ഇപ്പോഴാണ് വന്ന് ചോറുന്നത്. നേരെ നോക്കുകയാണെങ്കിൽ രണ്ടരയോടെ അടുക്കുന്നുണ്ട്. 2 മണിയൊക്കെ എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട്. 2:30 ആയപ്പോഴാണ് ഇവൽ ചോറുന്നാൻ വന്നത്. അപ്പോൾ ഇവർക്ക് അങ്ങനെ പൈപ്പില്ല കേട്ടോ, ചോറിനാണ് പൈപ്പില്ലാത്ത. അങ്ങനെ വെള്ളമോ അങ്ങനത്തെ കാര്യങ്ങളോ ജ്യൂസോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എപ്പം വണ്ടി വരും കേട്ടോ. അതിൽ മണത്തറിഞ്ഞങ്ങോട്ട് വരും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവധിക്കാലം ഞങ്ങൾ അങ്ങോട്ട് ആഘോഷിക്കുന്നത്. അങ്ങനെ ഇതാക്കണം. എൻ്റെ ചോറിയിട്ട് ഞാനത് എപ്പോഴോ കഴിഞ്ഞ് 2-2.5 മണിക്കൂറോളം മുന്നേ നമ്മളെ ചോറിയിട്ട് ആയിട്ട് നമുക്ക് പിന്നെ പൈച്ചാൽ പിന്നെ ആരും നോക്കലൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് എടുത്ത് തിന്നലാണ് കേട്ടോ. മക്കളോ കുട്ടികളെന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ നോക്കിക്കലൊന്നുമില്ല. കാരണം ഓൾക്ക് പൈക്കുമ്പോൾ ഓലെടുത്ത് തിന്നുമല്ലോ. അപ്പോൾ പണ്ടത്തെ ഒരു ചൊല്ല് പോലെ ഇതാക്കണ് കരയണ കുട്ടിക്ക് പാലുള്ളൂ എന്നും പറഞ്ഞമായിരിക്കും കേട്ടോ. അപ്പം എൻ്റെ കഥ എൻ്റെ പള്ളതാക്കണേ എപ്പോഴും കരഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എനിക്കത് എപ്പോഴും ഇടക്കും തലക്കൊക്കെ നേരത്തിന് കാലത്തിന് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ അകത്താക്കണം കേട്ടോ. അപ്പോൾ മക്കൾ അതേമാതിരിക്കല്ല ഓല് ഇതാക്കണ ഒരു ഉച്ചക്കാണ് ചിലപ്പം ചായയൊക്കെ കടിയൊക്കെ കുടിക്കൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് ചോറിയിട്ട് തിന്നൽ. പിന്നെ 4 മണി ചായ പിന്നെ ഒരു പാതിരാക്കാവും 4 മണിക്ക് ചായ കുടിക്കൽ. രാത്രിക്കത്തെ ചോറാണ് ഈ കിടക്കാൻ നേരത്തെ തിന്നൽ. ഇങ്ങനെയാണ് ഇപ്പോൾ ഓലൊരു ടൈം ടേബിൾ ഇല്ല കേട്ടോ. അപ്പോൾ ഓല് തിന്നണമാർക്ക് ഞാനെങ്ങാനും തിന്നാണ്ടോ അത് എൻ്റെ ശരീരത്തിൽ വല്ലാതെ അങ്ങോട്ട് പ്രതിഫലിക്കും കേട്ടോ. അങ്ങനെ ഇതാക്കണം. എല്ലാവരും ചോറീറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ കുത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പം എന്താ ഇപ്പം ഉണ്ടാക്കി കുടിക്കാന്നില്ലത്. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു കാര്യത്തൊന്നും അങ്ങനെ വല്ലാതെ അങ്ങോട്ട് ഇല്ല കേട്ടോ. അപ്പോൾ തണുത്ത എന്തെങ്കിലും കുടിക്കാനാണല്ലോ ഈ ഒരു നേരത്ത് ഏറ്റവും പൂതി ഉണ്ടാകുകയല്ലേ. അപ്പം ഏറ്റവും പൂതി എന്നല്ല, എപ്പോഴും തണുത്ത കുടിക്കാനായിട്ടാണ് നമുക്ക് പൂതി ഉണ്ടാകില്ലേ. ചോറും കഞ്ഞിയും കുറവാക്കിയിട്ട് വെള്ളങ്ങൾ കുടിക്കാനായിക്കാരം ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് ഏറ്റവും നല്ലതല്ലേ. അങ്ങനെ ഞങ്ങൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇതാകണം പാത്രത്തിലാണ് പാലൊക്കെ പറന്ന് വെച്ചിട്ട് പാല് പറന്നു, ഐസ് ഇട്ടു, പഞ്ചസാര ഇട്ടു, അതേമാതിരി ഇതാ ബൂസ്റ്റ് ഇടാൻ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് കസ്കസ് ഇതാക്കണം വെള്ളത്തിലിട്ടിക്കണ്. അപ്പം ഇതൊക്കെ പാടെ കൂട്ടി കുറച്ചങ്ങോട്ട് നോക്കുമ്പോൾ എന്തായിക്കാരം നമ്മൾ ഉണ്ടാക്കണത് ബൂസ്റ്റ് കുലുക്കിയാണ് നമ്മൾ ഉണ്ടാക്കണത്. കുലുക്കാൻ വല്ലാത്ത ഇങ്ങോട്ട് പാത്രം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളിതാ കുപ്പിയിലാണ് ഇട്ടിക്കുന്നത് കേട്ടോ. അപ്പം നല്ലൊരു കുപ്പി ഉണ്ടായിരുന്നു അവിടെ ഒഴിഞ്ഞ് എന്തോ ഇട്ട് വെച്ചൊരു കുപ്പിന്ന് അതൊക്കെ കഴുകി മൂറി വെച്ചാണ്ട് ഇതാ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാകുമ്പോൾ ചിന്തൂലല്ലോ. അപ്പോൾ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് പാരുകയാണെങ്കിൽ ആകെപ്പാട് അടുക്കള അങ്ങോട്ട് ഇരപ്പാകും. അതുകൊണ്ട് ഞാൻ കുപ്പിയിലാണ് കേട്ടോ ഒഴിച്ചേക്കണത്. അപ്പോൾ പാലൊഴിച്ച് പാലിൽ ഇതാ വെള്ളം കൂട്ടരുത് എന്നാണ്. പാലിൽ ഇതാക്കി നല്ല ഉഷാറായിട്ട് വെള്ളമൊക്കെ കൂട്ടിയേക്കണം കേട്ടോ. പിന്നെ കുറച്ച് പാൽ അവിടെ വെച്ചിക്കണ് വൈകുന്നേരത്തെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതായി ഐസും കട്ടയാണ് ഇട്ട് കൊടുത്തത്, ഐസ് ക്യൂബ്സും കൊണ്ട് ഇട്ട് കൊടുത്തേക്കണ്, പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തേക്കണ്. പിന്നെ നമ്മൾ ഇതാക്കണ് കസ്കസ് വെള്ളത്തിലിട്ടില്ലായിരുന്നു, അത് ചേർത്ത് കൊടുത്ത്. ബൂസ്റ്റ് ഉണ്ടായിരുന്നു 2 പാക്ക്. അങ്ങനെ ബൂസ്റ്റ് കുലുക്കിക്ക് ഇതാക്കണം. ബൂസ്റ്റ് വേണമല്ലോ. അങ്ങനെ 2 പാക്ക് വാങ്ങിയത് തന്നെ ഒരു 3/4 പാക്കോളം ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഞാൻ അവിടെ എടുത്ത് വെച്ചേക്കണ്. അതിപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ മൂപ്പര് വരുമ്പോൾ മൂപ്പർക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ 4 ആളും കുടിച്ചിട്ട് മൂപ്പർക്ക് കിട്ടിയില്ലെങ്കിൽ അത് ഇടങ്ങേറാണല്ലോ. അങ്ങനെ മൂപ്പർക്ക് കാണാതെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊന്നും കാണാതെ അതാകുന്ന ആ ഒരു ഉള്ളിക്കൊട്ടൻ്റെ താഴത്താണ് വെച്ചത്. അപ്പോൾ മറന്നിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണം ഏതായാലും. അങ്ങനെ ഇതാക്കണം. അതൊക്കെ പാടിട്ടാണ്ട് ഒരു കുലുക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ കടയിലൊക്കെ പോകുമ്പോൾ ഒരു ഗ്ലാസിൻ്റെ മേലെ ഒരു ഗ്ലാസ്സൊക്കെ അമർത്തി വെച്ചാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല കുത്തനെയും മറിഞ്ഞും കടന്നും മുറിണ്ടൊക്കെ ആണല്ലോ ഒരു കുലുക്കി എടുക്കണത്. അപ്പോൾ നമുക്ക് അജാതി കുലുക്കലൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുപ്പിയിലിട്ടിട്ട് കുലുക്കിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കുലുക്കി ഉണ്ടാക്കൽ. അപ്പോൾ എനിക്ക് കൈ ഇങ്ങനെ വേദനയായപ്പോൾ ഇതാ കുഞ്ഞാറ്റ വന്ന് കുലുക്കലുണ്ട് കേട്ടോ. ഓളും തന്നെ നല്ല കുലുക്കലാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണോണ്ട് തന്നെ കുലുക്കൽ ശക്തി പോരാന്ന് തോന്നുന്നുണ്ടല്ലോ. ആദ്യം തോന്നി തിന്നേന്ന്, പക്ഷേ നമുക്കിങ്ങനെ കുലുക്കാൻ കഴിയണില്ല. കരിക്ക് ഭയങ്കര ഒരു കടച്ചിലും പോച്ചിലൊക്കെ വന്ന്. അപ്പം ഞാൻ വേഗം കുലുക്കലൊക്കെ നിർത്തി. ഇത് ഇത്രയൊക്കെ മതിയെന്ന് വിചാരിച്ചിട്ടോ. ഇതിപ്പോൾ നമുക്ക് വിൽപ്പനക്ക് വെക്കാനൊന്നല്ലല്ലോ, ഞമ്മക്ക് ഇരുന്ന് കുടിക്കാനുള്ളതാണല്ലോ. ടി വി ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്ന് കുടിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ കുലിക്കാൻ മതി. ഇതൊക്കെ തന്നെയാണ് ബൂസ്റ്റ് കുലുക്കി അറിയുന്നത് കേട്ടോ. അങ്ങനെ ഇതാക്കണം. അതൊക്കെ കുലുക്കി സെറ്റപ്പായി വന്നപ്പോൾ നല്ല രസമുണ്ട്. പഞ്ചസാരയൊക്കെ ഇളകി അടിപൊളിയായി. ഐസും കട്ടനൊന്നും കാണാൻ തന്നെ അല്ല കേട്ടോ. അങ്ങനെ ഇതാക്കണം. ആ കസ്കസും ഒക്കെ കടിച്ച് കൂട്ടാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടെ, ഇത്തിരി ഒന്ന് കുടിച്ചും കൂടി നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഉഷാറാണ്, ടോപ്പാണ്. കാരണം പാലൊക്കെ അല്ലേ, പാലും ആണ്, അതേമാതിരി ബൂസ്റ്റും ആണ്. പിന്നെ ഇപ്പം ഇതിൽ രസമില്ലാതെ പിന്നെ അങ്ങോട്ട് പോകാനേ. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ടി വി കാണട്ടെ, എന്നാലും ഉഷാറായിട്ടൊന്ന് ടി വി കാണട്ടെ കേട്ടോ. ഇത്തിരി നേരം ഒന്ന് ടി വി കാണട്ടെ. അതും ഈ ഒരു ബൂസ്റ്റ് കുലുക്കിയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ടി വി കാണാൻ കുത്തിരിക്കണത്. അപ്പം നമ്മളെ കസ്കസൊക്കെ മേലെ കൂടെ അങ്ങനെ പൊന്തി ബൂസ്റ്റും പാലും പഞ്ചസാരയും ഒക്കെ പാടെ കൂടിയിട്ട് നല്ല ഉഷാറിനൊരു തണുത്തൊരു വെള്ളം അയക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാരം ബൂസ്റ്റ് കുലുക്കി കുടിക്കാമെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളതാക്കണം, ഒരു ഗ്ലാസ് ഇതാക്കണം ഫിനിഷ് ആക്കിയിരിക്കണം കേട്ടോ. സമയം ഞാൻ പറഞ്ഞില്ല 2:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് ഇതാക്കണം ദാഹവും കുഴക്കും ക്ഷീണമൊക്കെ വരൽ തുടങ്ങിയിരിക്കണം.
ഇനിയിപ്പോൾ ഇതങ്ങോട്ട് അകത്താക്കട്ടെ കേട്ടോ, ഒരു TV ഒക്കെ കണ്ടിട്ട് അങ്ങനെ അകത്താക്കട്ടെ. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് തീറ്റയും കൂടിയും ഇതൊക്കെ കടത്തോ ഇരുത്തം വർത്താനം പറയലും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഒരു ദിവസം ഇങ്ങനെ പോണത്, ഓരോ ദിവസങ്ങൾ പോകണം കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും നല്ല നമ്മൾ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് വരണമെങ്കിൽ സ്കൂൾ തുറക്കുക തന്നെ വേണം കേട്ടോ. സ്കൂൾ തുറന്നിട്ടില്ലെങ്കിൽ ഇത് മക്കളെ ഏതായാലും കിട്ടൂല കേട്ടോ. നമ്മളെ വീഡിയോയിൽ നിൽക്കാനും എടുക്കാനും പിടിക്കാനും ഓൽക്ക് നേരമല്ല. അപ്പോൾ ഓലപ്പം നടന്ന് ഞാനും അതേമാതിരി കഴിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഇടാനൊക്കെ കമ്മിയാണ്, വ്ളോഗ് എടുക്കാനൊക്കെ കമ്മിയാണ്. ഇന്നലെ ഒരു കമൻറ്റ് ഇട്ടുന്നത്, എന്ത് ചേച്ചി വ്ളോഗൊന്നും ഇല്ലേന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോഴാണ് ഓർമ്മ വന്ന് പടച്ച തമ്പുരാനെ വ്ളോഗ് എടുത്തിട്ട് ഇപ്പോൾ 2 ദിവസം ആയല്ലോ എന്നുള്ളത്. ഇപ്പോഴത്തെ തിരക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിതാ ടൂറുണ്ട് എന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ല. നമ്മൾ ടൂറുണ്ട്, ഇവിടെ ക്ലബ്ബിൽ നിന്ന് ടൂറുണ്ട് കേട്ടോ. അപ്പം എറണാകുളം കൊച്ചി ആ ഭാഗത്തേക്കാണ് പോണത്. 8-ാം തീയതിയാണ് ടൂറുള്ളത്. അപ്പോൾ ഒരു ദിവസത്തെ 1 ഡേ ട്രിപ്പാണുള്ളത്. അപ്പോൾ നമ്മളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് ഇപ്പം. ഡ്രസ്സ് അടിക്കണതും കാര്യങ്ങളും ഷോപ്പിങ്ങിന് പോകലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വേറൊരു നാട്ടിലേക്ക് പോകുമ്പം അങ്ങനെയാണല്ലോ, കുറച്ച് ടിപ്പിന് പോകണമല്ലോ നമ്മൾ. പിന്നെ ഇതാ കല്യാണമാണ് കേട്ടോ. പിന്നെ ഈ ഒരു മാസം ഫുള്ള് കല്യാണമാണ്, തുടക്കം മുതൽ ഒടുക്കം വരെ കല്യാണം തന്നെയാണ് കേട്ടോ. ഞായറാഴ്ച കല്യാണം, അതിൻ്റെ ഇടയിൽ കല്യാണമുണ്ട്. ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയത് നമ്മളെ കുടുംബക്കാരെ കല്യാണമൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കണം, വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, മനസ്സിലുണ്ട്. അതിൻ്റെ മുന്നൊക്കെയാണ് നമുക്ക് 8-ാം തീയതിയാണ് ടൂറുള്ളത്. അപ്പം ഇൻഷാല്ലാ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ 8-ാം തീയതി ഇതാക്കണം നമ്മൾ എറണാകുളം കൊച്ചി അങ്ങനെയൊക്കെ കണ്ടതാണ് കേട്ടോ. നമ്മൾ ആ ഒരു പാലസും കാര്യങ്ങളൊക്കെ കണ്ടതാണ് ഒരു വട്ടം. പിന്നെ ഇതാക്കണ് ഒരു കാകപ്പാട് ഇവിടെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങാൻ കിട്ടണ ആ ഒരു ടൈം അറിയണത് ഈ ഒരു അവധിക്കാലത്താണ്. അതും ഒരു കൊല്ലത്തിലൊരു വട്ടമാണ് നമുക്ക് ടൂറ് കാര്യങ്ങൾ അതും ഇതൊക്കെ ഉണ്ടാകുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാക്കണം നമ്മൾ പോകാൻ നിൽക്കാൻ കേട്ടോ. അതിൻ്റെ ഒരു ഒരുക്കപ്പാട്ടാണ് ഇപ്പം. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇതാക്കണ് ഞാൻ വേഗം ചോറ് വെക്കട്ടെ എന്ന് ചോദിച്ചു. ചോറ് ഇത്തിരി കമ്മിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചരി നോക്കിയപ്പോൾ നല്ല പച്ചരിയാണ്. അതിൽ പിന്നെ കുറച്ച് ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പോൾ അത് കറി വെച്ചിട്ട് നമുക്ക് ഈ പച്ചരി കൊണ്ട് നെയ്ച്ചോറും വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, സൂപ്പറാവൂല. അപ്പോൾ നമുക്ക് ഇതാക്കണ ലൊട്ടിലൊടുക്ക് പരിപാടികളാണ് എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവില്ലേ. അപ്പോൾ അതാ പച്ചരി വെച്ചിട്ട് ഒരു നെയ്ച്ചോറ് വെക്കാൻ പോകട്ടെ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, നെയ്ച്ചോർക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അരി മാത്രം വാങ്ങിയാൽ മതിയെന്ന്. അപ്പോൾ പച്ചരി കൊണ്ട് തന്നെ വെക്കാമെന്ന് ഇങ്ങനെ തീരുമാനിച്ച് വെച്ചാണ്ടോ. കുറേ ദിവസമായി പച്ചരി കൊണ്ട് ഇതാ ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് അങ്ങനെ ഇതാക്കണം. നമ്മളെ നെയ്ച്ചോറ് അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇട്ട് അരിക്ക് മാത്രമേ മാറ്റം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തിരി വെള്ളം കുറച്ച് കൂടുതലാക്കി വെച്ചാൽ മതിയിട്ട്. ഈ ഒരു അരി ഇടുമ്പോൾ പച്ചരി വെക്കുമ്പം ഇത്തിരി വെള്ളം കുറച്ച് കൂടുതലാക്കി വെക്കുക. അല്ലാതെ നമ്മൾ നെയ്ച്ചോറ് അരിയൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു പാകത്തിനൊരു സുമാറിലാണല്ലോ വെക്കൽ. പക്ഷെ ഇതിൽ കുറച്ച് വെള്ളം ഏറ്റി വെക്കണം, എന്നാലാണ് അത് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നെയ്ച്ചോറിന് പരിപാടി അങ്ങനെ കഴിഞ്ഞിരിക്കണം. വിശദമായിട്ട് എടുക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല കേട്ടോ. രാത്രിത്തെ പരിപാടിയല്ലേ. അപ്പോൾ രാത്രി ഇടക്കും തലക്കും ഇതാ കറണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു സ്വീപ്പും കൂടി ഉണ്ട്. ഇപ്പോഴൊക്കെ കറണ്ട് പോയാലൊരവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര ചൂടുമ്പോക്കെയാണ്, വെറുതെ നിന്നാലും കൂടി ചൂടുമ്പോക്കെയാണ്. അങ്ങനെ ഇതാക്കണ ഞാൻ നെയ്ച്ചോറൊക്കെ ഇറക്കി വെച്ചപ്പം പിന്നെ ഇതാ ഈ കുക്കറിൽ ഗ്യാസ് വെക്കാൻ വിചാരിച്ചിരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് കറണ്ടൊക്കെ പോയപ്പോൾ പിന്നെ അടുപ്പത്ത് തന്നെ അങ്ങോട്ട് കയറ്റി വെച്ചേക്കാണ്. അപ്പോൾ കുക്കറിലാണ് ഞാൻ പെട്ടെന്നില്ല പരിപാടിയാണ്. മൂപ്പര് പിന്നെ സാധനമൊക്കെ വാങ്ങി പോയി അങ്ങാടിയിലൊക്കെ പോയി വന്നപ്പോൾ ഇതിന് നേരം വൈകിക്കണ്. അതിൽ പിന്നെ ഇങ്ങനെ എത്ര നേരം ആയിക്കണം, നേരെ ഒരു 8 മണിയോട് അടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയപ്പോൾ തന്നെ 8 മണിയോട് അടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം കുക്കറിലിട്ടാണ്ട് ഒരു കൂക്കലാണ്ട് കൂക്കിയിട്ട് നമ്മൾ കറി ആകുമല്ലോ. അപ്പം നല്ല ഉഷാറായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വരുന്നത്. അതിലാണ് കറണ്ടിൻ്റെ പോക്ക് ഉണ്ടായത് കേട്ടോ. കുറച്ച് നേരം ഉണ്ടാകുള്ളൂ, എന്നാലും ഉണ്ടല്ലോ ആ ഒരു പോക്ക് തന്നെയാണ് കേട്ടോ. ഒരു ചൂടുമ്പോക്കെ എടുത്തിട്ട് ആകപ്പാടൊരു പുകയിലാണ്. പിന്നെ അവിടുന്ന് തപ്പി തിരഞ്ഞ് ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ആകപ്പാട് ഇരുട്ടാണ്, ചെമ്പും പാത്രമൊക്കെ അവിടെ കാണുന്നുണ്ടാണാവോ. അപ്പോൾ ഞാൻ മര്യാദയ്ക്ക് നല്ല ഉഷാറായിട്ട് ഒന്ന് വീഡിയോ എടുത്ത് വരികയായിരുന്നു. നെയ്ച്ചോറിൻ്റെ വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് എടുത്ത് വരികയായിരുന്നു. അതിലാണ് കറണ്ട് പോയത്. അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവം ഉണ്ടായത് കേട്ടോ. അപ്പോൾ കറണ്ട് വന്നപ്പോൾ തന്നെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ സെറ്റപ്പായി ഓരോരുത്തർ വിളമ്പി തിന്നൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഉച്ചക്കിൽ ഇതാക്കണ ഒരു താളിപ്പും ചോറൊക്കെ തന്നെയാണ് നമുക്ക്. അപ്പോൾ രാത്രി നല്ല ഉഷാറായിട്ട് നമ്മളെ പച്ചരീൻ്റെ നെയ്ച്ചോറും ഉണ്ട്. അപ്പോൾ വിഷുവിന് ഇതാക്കണ പായസത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ആ മണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് തോനെ വാങ്ങി വെച്ചേന്ന് അത് ഇസ്കി ഇതാക്കണം. ഇതിലൊക്കെ ഇട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇനിയും കേട്ടോ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ തോനൊക്കെ പാട് ഞാൻ ഇട്ട് മറിക്കൊന്നുമില്ല, കുറച്ച് ഇതാക്കി ഞാൻ ഉപയോഗിക്കുള്ളൂ കേട്ടോ. കുറേ ഒന്നും മക്കൾ കാണാതെ എടുത്തേക്കുമാണല്ലോ ഈ ഒരു അവസ്ഥയിൽ. അങ്ങനെ ഇതാണ് എടുത്ത് വെച്ച് ഇതിൽ കുറച്ച് ഇട്ടിക്കണം കേട്ടോ. ഇനിയും ഒരിത്തിരിയും കൂടി അവിടെ ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഇതാക്കണം, എടുത്ത് വെച്ചാലല്ല ലാഭം ഇതാണ് കേട്ടോ. നമുക്ക് ഈ കയ്യിലില്ലാത്ത സാധനങ്ങൾ ഇതാക്കണ് ഒരിത്തിരി ഇതാക്കണം എടുത്ത് വെച്ചാലുണ്ടല്ലോ എപ്പോഴെങ്കിലും എടുത്ത് ഉപയോഗിക്കാമല്ലോ. എപ്പോഴും ഇതാക്കണം, എപ്പോഴും നമ്മളെ കയ്യിൽ ഇതാക്കണ പൈസ ഉണ്ടായിക്കോളണമെന്നില്ല, വാങ്ങാൻ കഴിഞ്ഞോളണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതാക്കണം എന്ത് സാധനങ്ങൾ കുറച്ച് തോനെ കൊണ്ടുവരികയാണെങ്കിൽ എടുത്ത് വെച്ച് ഇങ്ങോട്ട് ഉപയോഗിക്കാം കേട്ടോ.
അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം ഞാൻ ഈ ബിസ്ക്കലിൻ്റെ കാര്യം ഉണ്ടല്ലോ അത് എനിക്ക് ഏറ്റവും ലാഭകരമായിട്ടാണ് തോന്നുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും ഇതങ്ങനെ എടുത്തു വെച്ച ആളാണ്. എന്ത് കാര്യം കിട്ടും, ഇനി വെളിച്ചെണ്ണയായാലും പഞ്ചസാരയാണെങ്കിലും ഒക്കെ ഞാൻ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കട്ടോ, എന്നിട്ടാണ് എടുക്കലുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതാക്കുന്നത് നമ്മൾ ഓരോ ദിവസം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാരല്ല, അടിച്ച് പൊളിച്ചൊക്കെ തന്നെ ഇക്കാരം പോണത്. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തോളിട്ടോ. ബൈ ബൈ.